സിംപ്ലിഫൈ 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ ആ ചോദ്യം നിങ്ങളുടെ അടുത്ത് എഴുതിയിട്ടുണ്ട്. നമുക്ക് നല്ല ഈസിയാണ് ചെയ്യാൻ. എങ്ങനെ ഈ 3 കൊണ്ട് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യുക, പിന്നെ ഇതിനെ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഡിസ്ട്രിബ്യൂട്ടീവ് ലോ വെച്ചിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. ഈക്വൽ ടു, അതായത് 3 ഇൻറ്റു 2 ചെയ്യുക, 3 ഇൻറ്റു റൂട്ട് 2 ചെയ്യുക. 3 ഇൻറ്റു 2 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 2. ഇതിനൊക്കെ ഞാനൊരു ബ്രാക്കറ്റിലിടാം കേട്ടോ. പ്ലസ് ഈ 3 ഇൻറ്റു റൂട്ട് 2 എന്ന് കഴിഞ്ഞിട്ട് പ്ലസ് എന്ന് വരുന്നത് ഈ പ്ലസ് ആണ്. 3 ഇൻറ്റു റൂട്ട് 2. ഇനി ഈ പ്ലസ് റൂട്ട് 3 ഇൻറ്റു 2 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2. ഇതിപ്പോൾ ഒക്കെ പ്ലസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ആ പ്ലസിൻ്റെ കൺഫ്യൂഷനൊന്നും വേണ്ട. നേരെ എല്ലായിടത്തും പ്ലസ് ഇട്ട് കൊടുത്താൽ മതി. മൈനസ് വരുമ്പോഴാണ് ഡൗട്ട് വരിക. നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 3 ഇൻറ്റു 2 6 പ്ലസ് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ 3 റൂട്ട് 2. അത് പലർക്കും കൺഫ്യൂഷൻ വരും. ഇത് 3 ഇതിനൊരു വേരിയബിൾ ആക്കിയിട്ട് എ എന്ന് വിചാരിക്കുക. അപ്പോൾ 3 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ 3 എ എന്നല്ല എഴുതുക. അതേപോലെ 3 റൂട്ട് 2 പ്ലസ് റൂട്ട് 3 2 എന്ന് പറഞ്ഞാൽ 2 റൂട്ട് 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 2 എന്ന് എഴുതാം. 6 പ്ലസ് 3 റൂട്ട് 2 പ്ലസ് 2 റൂട്ട് 3 പ്ലസ് റൂട്ട് 6. ഇതൊരു ലോ ആണ് കേട്ടോ. അതായത് റൂട്ട് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ റൂട്ട് എ ഇൻറ്റു റൂട്ട് ബി എന്നാണ്. നമുക്കിപ്പോൾ ഇവിടെ ഇത് റൂട്ട് എ റൂട്ട് ബി എന്നുള്ള രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് ഒറ്റ റൂട്ടിൻ്റെ ഉള്ളിലാക്കി എഴുതിയിട്ട് മൾട്ടിപ്ലിക്കേഷനിൽ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി നോക്കുക, കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് ആഡ് ചെയ്യാനോ ഒക്കെ ഒന്നുമില്ലല്ലോ. ഇത് 6, ഇത് റൂട്ട് 6 ആണ്. ഇത് 3 റൂട്ട് 2 ആണ്. ഇത് 2 റൂട്ട് 3 ആണ്. ഇത് രണ്ടും 3 റൂട്ട് 2 ആണെങ്കിൽ നമുക്ക് അതിനെ ആഡ് ചെയ്യാൻ പറ്റും. അത് എക്സ് പ്ലസ് എക്സ് എന്നുള്ള പോലെ. ഇതിപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ള പോലെയാണ്. റൂട്ടിൻ്റെ ഉള്ളിൽ 2, ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിൽ 3. നമ്പർ 3ഉം 2 ഒക്കെയാണ്, പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടാവുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാനില്ല. ആൻസർ ഇത്രയേ ഉള്ളൂ. ഇവിടെ വെച്ചിട്ട് നിന്ന്. ഇതിപ്പോൾ ആൻസർ വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ആൻസർ അല്ലേ. സിമ്പിളായിട്ട് ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ വന്ന ആൻസർ അങ്ങനെ വരുമോ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 3 മൈനസ് റൂട്ട് 3. നമുക്ക് ഇതേപോലൊക്കെ തന്നെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വേറൊരു രീതിക്കും കൂടി ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് 3 ഇൻറ്റു 3 ചെയ്യുക. ഇതിൽ മൈനസ് ഉണ്ട് കേട്ടോ. 3 ഇൻറ്റു 3. ഇനി ഈ രണ്ട് നമ്പറും അല്ലേ ഗുണിക്കുന്നത്. അപ്പോൾ ഇത് പ്ലസ് 3 ഇത് മൈനസ് 3. അപ്പോൾ പ്ലസ്സും മൈനസും മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക, മൈനസ് എന്നാണ് വരിക. അപ്പം മൈനസ് 3 ഇൻറ്റു റൂട്ട് 3. ഇനി ഇത് പ്ലസ് ഇത് പ്ലസ്. ഇവിടെ സൈനൊന്നും കാണില്ല, അപ്പോൾ പ്ലസ് ആണ്. അപ്പോൾ 3 റൂട്ട് 3. ഇനി ഇത് പ്ലസ് റൂട്ട് 3 മൈനസ് റൂട്ട് 3. പ്ലസ് ഇൻറ്റു മൈനസ് എന്ന് പറയുമ്പോൾ മൈനസ് റൂട്ട് 3 ഇൻറ്റു റൂട്ട് 3 എന്ന് പറഞ്ഞാൽ റൂട്ട് 3 സ്ക്വയർ എന്ന് വന്ന് 3 ഇൻറ്റു 3 9 മൈനസ് 3 റൂട്ട് 3 പ്ലസ് 3 റൂട്ട് 3 മൈനസ് റൂട്ട് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3. ഇത് മൈനസ് 3 റൂട്ട് 3 ഇത് പ്ലസ് റൂട്ട് 3യും കൂടിയാണ്. അതായത് 3 റൂട്ട് 3 മൈനസ് 3 റൂട്ട് 3. ഇതിന് ആദ്യം എഴുതുകയാണെങ്കിൽ 3 റൂട്ട് 3 എന്ന് വരും. ഇതിന് രണ്ടാമത് എഴുതുകയാണെങ്കിൽ ഈ സൈന് കൂട്ടിയിട്ട് എഴുതാം, മൈനസ് 3 റൂട്ട് 3. ഇതിന് നമ്മൾ എക്സ് എന്ന് എടുത്താൽ ഇതും എക്സ് തന്നെ. എക്സ് മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 0. അതായത് മൈനസും പ്ലസും കൂടി ക്യാൻസലായി പോയി എന്നർത്ഥം. ഇനി 9 മൈനസ് 3 ഈക്വൽ ടു 6. ഇതിൻ്റെ ആൻസർ 6 എന്ന് കിട്ടി. ഇതിങ്ങനെ ഒന്നും ചെയ്യാതെ നമുക്ക് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്നറിയോ? ചോദ്യം ഞാൻ എഴുതാം. 3 റൂട്ട് 3 ഇൻറ്റു 3 പ്ലസ് റൂട്ട് 3 ഇൻറ്റു 3 മൈനസ് റൂട്ട് 3. ഇത് നോക്കുക, ഇതിനെ എയും ബിയും ആക്കിയിട്ട് എടുക്കുക. ഒരേ നമ്പറല്ലേ ഒക്കെ. നമുക്ക് ആദ്യത്തേൽ ഒരേ നമ്പറല്ല. 3 റൂട്ട് 3 ഇത് 2 റൂട്ട് 2 ഇങ്ങനെയാണ്. ഇവിടെ നമുക്ക് ഒക്കെ ഒരേ നമ്പറാണ്. അതായത് ഇത് ബി, ഈ ബിയും സെയിം നമ്പർ, എ സെയിം നമ്പർ. ഇവിടെ എ ഇതിനെ എടുക്കുകയാണെങ്കിൽ ഇതിനെ എടുക്കാൻ പറ്റില്ല, കാരണം അത് ഡിഫറെൻ്റ് ആണ്. അതാണ് വ്യത്യാസം. ഇതിപ്പോൾ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി രൂപത്തിലാണ് നിൽക്കുന്നത് അല്ലേ. എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എന്താണ്?
ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടണം a² മൈനസ് b². ഒരു ഇക്വേഷൻ ഇല്ലേ? അപ്പോൾ ഇത് ഈ രൂപത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ a+b ഇൻറ്റു a മൈനസ് ബി. അപ്പോൾ a² മൈനസ് b² എന്ന് എഴുതാം. a² എന്ന് പറഞ്ഞാൽ 3² മൈനസ് b² എന്ന് പറഞ്ഞാൽ √3² ഈക്വൽ ടു 3² എന്ന് പറഞ്ഞാൽ 9. 3 ഇൻറ്റു 3 9 മൈനസ് √3² 3 ഈക്വൽ ടു 6. ഇങ്ങനെയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ചില സമയത്ത് നിങ്ങളോട് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയും. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണം. അതല്ല ഒന്നും പറയാതെ സോൾവ് ചെയ്യാൻ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. ഓക്കെ.